അരീക്കോട് SOG ക്യാമ്പിൽ മരിച്ച വിനീതിനെ തുടർച്ചയായി റിഫ്രഷർ കോഴ്സിൽ പങ്കെടുപ്പിച്ചതിന്റെ രേഖകൾ പുറത്ത്. നവംബർ 6-ന് തുടങ്ങിയ ക്യാമ്പ് നവംബർ 29 വരെ തുറന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഓട്ടത്തിൽ പരാജയപ്പെട്ടതോടെ വീണ്ടും റിഫ്രഷർ കോഴ്സ് നടത്തി. അവധ്യപേക്ഷ പരിഗണിക്കാതെ 30 ദിവസത്തെ ക്യാമ്പിന് വീണ്ടും ഉത്തരവിട്ടു. പരാജയപ്പെട്ടവർ വീണ്ടും ക്യാമ്പിനെത്തണമെന്ന് കാണിച്ച് ഡെപ്യൂട്ടി കമാൻഡന്റ് ഇറക്കിയ ഉത്തരവ് പുറത്ത്. മുഹമ്മദ് ഷംസീർ വിശദാംശങ്ങൾ നൽകും. ഷംസീർ, വിനീതിന്റെ മരണത്തിലേക്ക് നയിച്ചു എന്ന് കരുതപ്പെടുന്ന ക്യാമ്പിനകത്തുണ്ടായ റിഫ്രഷർ കോഴ്സ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അടങ്ങിയ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യമായ പ്രശ്നങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട്? അത് വിനീതിന്റെ മരണത്തിന് എങ്ങനെ കാരണമായി എന്നാണ് നമ്മൾ കരുതേണ്ടത്? സേഫു, കഴിഞ്ഞ മാസം അതായത് നവംബർ 6-ാം തീയതി മുതൽ ഒരു റിഫ്രഷ്മെന്റ് കോഴ്സ് SOG ക്യാമ്പിൽ, അരീക്കോട്ടെ SOG ക്യാമ്പിൽ നടന്നിരുന്നു. അതിൽ പങ്കെടുത്തയാളാണ് വിനീത്, തണ്ടർബോൾട്ട് കമാൻഡോയായ വിനീത്. ആ കോഴ്സ് കഴിഞ്ഞ് അതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ചെറിയ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് സഹപ്രവർത്തകർ പറയുകയാണ്. ഈ ഓട്ടത്തിൽ ഈ സമയ വ്യത്യാസം വന്നതിനെ തുടർന്ന് ചെറിയ സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസത്തിൽ അത് ഓടിത്തീർക്കാൻ വൈകിയതിന് പിന്നാലെ അത് പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് സഹപ്രവർത്തകർ പറയുന്നു. ഇതിൽ പ്രായത്തിൻ്റെതായ ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുത്തിട്ടില്ല എന്ന ആക്ഷേപം കൂടി സഹപ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അതായത് വിനീതിന് 36 വയസ്സ് പ്രായമുണ്ട്. പ്രായത്തിൻ്റെതായ ചെറിയ പരിഗണന പോലും കൊടുത്തിട്ടില്ല. മാത്രമല്ല, കൃത്യമായി ഈ പരാജയപ്പെടുത്തണം എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ പല കോണിൽ നിന്ന് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന ആക്ഷേപം കൂടി സഹപ്രവർത്തകർ ഉന്നയിക്കുകയാണ്. പ്രധാനമായും അസിസ്റ്റന്റ് കമാൻഡറായ അജിത്തിന് നേരെയാണ് ഈ സഹപ്രവർത്തകർ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, പലതവണ വിനീത് അവധിക്ക് അപേക്ഷിച്ചിട്ടും അത് പരിഗണിച്ചിട്ടില്ല എന്ന ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അതായത് ഒരു തവണ മാത്രമാണ് 3 ദിവസത്തെ അവധി നൽകിയത്. മറ്റു പലതവണ അവധിക്ക് അതൊന്ന് വിനീതിൻ്റെ ഭാര്യ ഗർഭിണിയാണ്, മറ്റൊന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചായിരുന്നു പലപ്പോഴും അവധി അപേക്ഷകൾ നൽകിയിരുന്നത്. ഇതൊന്നും തന്നെ പരിഗണിക്കാൻ തയ്യാറായില്ല എന്നുകൂടി പറയുകയാണ്. ആ തരത്തിൽ വലിയ തോതിലുള്ള തൊഴിൽ സമ്മർദ്ദവും മാനസിക പീഡനവും ഈ ക്യാമ്പിൽ വിനീത് അനുഭവിച്ചുവെന്ന കാര്യമാണ് സഹപ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇതൊന്നും പരസ്യമായി പറയാൻ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവർ സംബന്ധിച്ചുള്ളത് എന്നതുകൂടിയുണ്ട്. പല പോലീസുകാരും നമ്മെ ഫോണിൽ വിളിച്ചും മറ്റുമൊക്കെയായി ഇത്തരത്തിലുള്ള വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ തുറന്നു പറയുക കൂടി ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ, ടോർച്ചറിങ് നടക്കുന്നുവെന്ന കാര്യമാണ് ഈ ക്യാമ്പിൽ നിന്നുള്ള പലരും പ്രധാനമായി പറയുന്നത്. ഈ തരത്തിലുള്ള മാനസിക പീഡനത്തിനൊടുക്കമാണ് വിനീത് ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം വരാറുണ്ട്, ഒഫീഷ്യലായ സ്ഥിരീകരണം വരാറുണ്ട്. ഏതായാലും കഴുത്തിൽ വെടിയേറ്റ നിലയിലാണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി വിനീതിനെ കണ്ടെത്തുന്നത്. അതിന് തൊട്ടു മുൻപ് വിനീത് സുഹൃത്തിനയച്ച വാട്സാപ്പ് സന്ദേശം കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ വാട്സാപ്പ് സന്ദേശത്തിൽ പ്രധാനമായും പറയുന്നത് ഈ ഓട്ടത്തിന് സമയം ക്രമീകരിക്കണം. മറ്റൊന്ന്, ഈ മെസ്സേജ്, എൻ്റെ മെസ്സേജ് ഈ അസിസ്റ്റന്റ് കമാൻഡറായ അജിത്തിനെ കാണിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. എൻ്റെ ജീവിതം ഇതിനുവേണ്ടി സമർപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ മെസ്സേജിൽ പറയുന്നത്. ഏതായാലും ആത്മഹത്യാ കുറിപ്പെന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു സന്ദേശമാണ് വിനീത് സുഹൃത്തിന് അയച്ചത്. ഇതാണ് ക്യാമ്പിൽ ഇന്നലെ മരിച്ച നിലയിൽ കാണപ്പെട്ട വിനീത് എങ്ങനെ മരിച്ചു? ആ മരണത്തിന് പിന്നിൽ എന്തെല്ലാം ദുരൂഹതകളുണ്ട്? അതൊരു ആത്മഹത്യ തന്നെയാണോ അതോ കൊലപാതകമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല. പക്ഷേ ആ ക്യാമ്പിനകത്ത് വിനീതിനെ ബുദ്ധിമുട്ടിച്ചിരുന്ന, വിനീതിനെ പ്രയാസപ്പെടുത്തിയിരുന്ന പലതരം വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റിഫ്രഷർ കോഴ്സ് അടക്കം മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ നടന്നതിൻ്റെ റിപ്പോർട്ടടക്കം പുറത്തു വരുന്നു. വിശദാംശങ്ങൾ നൽകിയത് മുഹമ്മദ് ഷംസീർ.